നമസ്കാരം. വാസ്തവത്തിൽ ഒരു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. സെലിംഗം ആരംഭിക്കുന്നു. ഇന്നലത്തെ റിപ്പോർട്ട് കണ്ട് ഒരു പ്രേക്ഷകൻ പ്രദീപ് VD അദ്ദേഹം പറഞ്ഞ, താങ്കൾ ഒരു പണ്ഡിതനാണല്ലോ, ഒരു ഡിഗ്രി തന്നിട്ടുണ്ട് സെലിംഗം. താങ്കൾ ഒരു പണ്ഡിതനാണല്ലോ, ഇങ്ങനെ വലിയ പാണ്ഡിത്യമൊന്നുമില്ല, അവതാരകനേക്കാൾ അല്ലെങ്കിൽ സെലിംഗം വലിയ പാണ്ഡിത്യം ശ്രീ പ്രദീപിനും നേടാൻ പറ്റും. ഒരു വിഷയം മാത്രം 30 വർഷം പഠിച്ചാൽ മതി. അവതാരകനേക്കാൾ ഏറ്റവും വലിയ പണ്ഡിതനായി നിങ്ങൾക്ക് മാറാൻ കഴിയും. 3 നേരത്തെ അരിയാഹാരം കൂടി കഴിച്ചാൽ കൃത്യമായി ഇതുപോലെ നിങ്ങൾക്ക് ഇതിനപ്പുറം മികച്ച പ്രവചനങ്ങൾ നടത്താൻ പറ്റും. കാരണം ഇത് 30 വർഷമായി ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട ഏറ്റവും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എവിടെ എന്ത് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ഇൻറ്റ്യൂഷനാണ്, നമ്മുടെ ഒരു ഉൾവിളിയാണ്. അങ്ങനെയുള്ള ഒരു ഗെസ്റ്റിമേറ്റ് മാത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളിതുവരെയുള്ള തുറമുഖവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പൂർണ്ണമായും ശരിയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ 30 വർഷത്തെ അനുഭവം. ഇവിടെ ഇപ്പോ ഏറ്റവും ഒടുവിലത്തെ 2 കാര്യങ്ങൾ പറഞ്ഞത്, 140 തുറമുഖം ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ഓരോ തരത്തിലാണ് ചൈന അത് തടസ്സപ്പെടുത്തുവാൻ കളികൾ കളിച്ചത്. 140 ദിവസത്തെ സമരം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട്, ഒരാഴ്ച മുമ്പായിട്ടായിരിക്കാം, 5 ചൈനക്കാർ ശ്രീലങ്കയിൽ നിന്ന് ഒരു വള്ളത്തിലോ ബോട്ടിലോ കയറി തമിഴ്നാട്ടിലെത്തി. അതപ്പോ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സെലിംഗം അവതാരകൻ നടത്തിയ നിരാഹാര സമരത്തിനിടയിൽ ഇത് ഇന്റലിജൻസിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോ ഇവിടെ ഒരു 140 ദിവസത്തെ സമരം നടക്കുന്നതിന് മുന്നോടിയായിട്ട് ചൈനക്കാർ എന്താണ്, അവർക്ക് വിസ എടുത്ത് പാസ്പോർട്ട് സദുദ്ദേശമാണെങ്കിൽ വരാമായിരുന്നല്ലോ, അങ്ങനെ വന്നില്ല. ഇനി ആ സമരത്തെയും കടത്തിവെട്ടി ആ കടമ്പയും അതിജീവിച്ച് പോർട്ട് മുന്നോട്ട് പോകുമ്പോൾ ചൈനയുടെ കൂടി പിന്തുണയോടെ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഇന്ത്യയെ തകർക്കാൻ, നമ്മുടെ പോർട്ടിനെ തകർക്കാൻ ആഞ്ഞടിച്ചു. അതിനെയും അതിജീവിച്ചു. അങ്ങനെ വൈതരണികൾ കഴിഞ്ഞ 30 വർഷമായിട്ട് പല വൈതരണികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയെ സുഗമമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ കാരണം. അതാണ് നേരത്തെ പറഞ്ഞത്, ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി നടത്തുന്ന ഒരു സമരമാണ് എന്ന് അവതാരകൻ മാത്രമല്ല, ലോകത്തിരിക്കുന്ന പലർക്കും അത് ബോധ്യപ്പെട്ടു. ദ ടൈമിംഗ് ഓഫ് ഇന്ത്യ-പാകിസ്ഥാൻ വാർ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. വളരെ രസകരമാണ്. ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു യുദ്ധം നടത്താൻ, ഒരു ആക്രമണം നടത്താൻ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ രസകരമായി തോന്നുന്നു. ദ മൊമെന്റ് ആപ്പിൾ ആൻഡ് അതേഴ്സ്, ഇന്നലെ സെലിംഗം പറഞ്ഞ കാര്യമാണ്. പിറ്റേ ദിവസം, അടുത്ത ദിവസം വരുന്നു, ദ മൊമെന്റ് ആപ്പിൾ ആൻഡ് അതേഴ്സ് അനൗൺസ് മൂവിംഗ് ബിസിനസ് അവേ ഫ്രം ചൈന ടു ഇന്ത്യ, ദിസ് ഹാപ്പൻസ്. എന്ത് സംഭവിക്കുന്നു എന്നാണ്, യുദ്ധം സംഭവിക്കുന്നു. ആപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. ആഗോള ക്യാപിറ്റൽ, ആഗോള മൂലധനം ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഒരു കുത്തൊഴുക്ക് നടത്തുന്നതിന്റെ ഒരു സിമ്പലാണ് ആപ്പിൾ. ആപ്പിള്, സാംസങ് അതുപോലുള്ള പല കമ്പനികളുണ്ട്.
ഈ പറയുന്ന സെമി കണ്ടക്ടറിൽ തൈവാനിലെ പല കമ്പനികളും നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുത്തൊഴുക്കിനെ തടയണമെങ്കിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടണം എന്ന് തന്നെ അമേരിക്കയിലിരിക്കുന്ന പാട്രിക് ബെറ്റ് ഡേവിഡ് എന്ന് പറയുന്ന വ്യവസായി പറയുന്നു. അപ്പോൾ പണ്ഡിതൻ സെയിലിംഗ് കമന്ററി മാത്രമല്ല, ലോകത്ത് വേറെ പണ്ഡിതന്മാരുണ്ട് എന്നിപ്പോൾ ശ്രീ പ്രദീപിന് മനസ്സിലായല്ലോ. ഇന്ത്യ പാകിസ്ഥാന്റെ മേൽ നടത്തുന്ന ആധിപത്യം, ആക്രമണം, അതൊന്നും പറയുവാനോ ആഘോഷിക്കുവാനോ ചൈനയ്ക്ക് നേരമില്ല. പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ നടത്തിയ കാര്യങ്ങൾ ആഘോഷിക്കാനാണ് ചൈനയ്ക്ക് താല്പര്യം. ഗ്ലോബൽ ടൈംസ് അവരുടെ ആഗോള മാധ്യമമാണ്. ദ പാക് എയർഫോഴ്സ് ഹാസ് ഷോട്ട് ഡൗൺ അനദർ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ് in response to overnight airstrikes carried out by India at multiple locations in Pakistan. പാകിസ്ഥാനിലോട്ട് നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ വിമാനമാണോ വിമാനങ്ങളാണോ ഷോട്ട് ഡൗൺ അനദർ ഇന്ത്യൻ ഫൈറ്റർ, ഒരു വിമാനം വെടിവെച്ചിട്ടു എന്ന് പറയുന്നത് ചൈനയുടെ ആഗോള വാർത്തയുടെ തലക്കെട്ടാണ്. അപ്പോ ചൈനയാണ് ഈ യുദ്ധം ആഘോഷിക്കുന്നത്. ഇനി അതിന് വേറൊരു കാര്യം കൂടിയുണ്ട് തെളിവായിട്ട്. ഇന്ത്യ തന്നെ പുറത്തുവിട്ട ഒരു തെളിവാണ്. ചൈനാസ് PL-15 എയർ ടു എയർ മിസൈൽ അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ യൂസ്ഡ് ഇൻ കോംബാറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ചൈന നിർമ്മിതമായ മിസൈൽ ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നു. അതാണ് സെയിലിംഗ് കമന്ററി പറഞ്ഞത്. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ചൈനയാണോ ഇപ്പോൾ ഇന്ത്യയുമായി യുദ്ധം ചെയ്യുന്നത് എന്ന് ബന്ധപ്പെട്ടവർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞ ആപ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പാട്രിക് ബെറ്റ് ഡേവിഡ് എന്ന് പറയുന്ന അമേരിക്കൻ നിക്ഷേപകൻ, വ്യവസായി പറയുന്നത്. ആപ്പിൾ is making its most decisive supply chain move yet with plans to manufacture $40 billion, 3,36,000 കോടി, 3.36 ലക്ഷം കോടി രൂപയുടെ ഉൽപാദനം, worth of iPhones in India by the end of financial year 26. ഇത്രയും വലിയ ഉൽപാദനം ഇന്ത്യയിൽ നടത്താൻ പോകുന്നതാണ് ചൈനയെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ദിസ് വുഡ് കവർ അപ് ടു 80% ഓഫ് ഐഫോൺ ഡിമാൻഡ് ഇൻ ദ US. അമേരിക്കയിലോട്ട് പോകേണ്ട ഐഫോണിന്റെ 80% വരും ഇത്. സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസിംഗ് ദ കമ്പനീസ് റിലയൻസ് ഓൺ ചൈന ഫാക്ടറീസ്. ചൈനയെ ആശ്രയിച്ച് ആപ്പിൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉൽപാദനത്തിൽ കുറവ് വരുന്നതാണ്, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നതാണ് ഈ നടപടികൾ. പാട്രിക് ബെറ്റ് ഡേവിഡ് ഒന്നുകൂടി പറയുന്നുണ്ട്. CEO ടിം കുക്ക് ഹാസ് കൺഫേംഡ് ദാറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ April-June 2025, നമ്മുടെ കറന്റ് ഏപ്രിൽ മുതൽ April-June 2025 ക്വാർട്ടർ, മോസ്റ്റ് ഐഫോൺസ് സോൾഡ് ഇൻ ദ US വിൽ ബി മെയ്ഡ് ഇൻ ഇന്ത്യ. അടിയറ സിമ്പൽ. യുദ്ധത്തിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ഇനി നമ്മുടെ തുറമുഖം എങ്ങനെ ബന്ധപ്പെടുന്നു? ഇതിന്റെ റോ മെറ്റീരിയൽ വരേണ്ട തുറമുഖം, ഇതിന്റെ കയറ്റുമതി നടത്തേണ്ട തുറമുഖം. ആപ്പിൾ ഈസ് പാർട്ട്ണറിംഗ് വിത്ത് ഫോക്സ്കോൺ ആൻഡ് ടാറ്റ ഇലക്ട്രോണിക്സ് ടു സ്കെയിൽ അപ്പ് ഓപ്പറേഷൻസ് ത്രൂ ന്യൂ ആൻഡ് എക്സ്പാൻഡഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് അക്രോസ് ഇന്ത്യ. അപ്പോ ഇത്രയും നാളും ചൈനയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനം വളരെ വേഗത്തിൽ ആപ്പിൾ പോലുള്ള കമ്പനികൾ അമേരിക്കയുടെ താരിഫ് നടപ്പാക്കിയതോടുകൂടി അവിടുന്ന് പറിച്ച് ഇന്ത്യയിലോട്ട് വരുന്നതാണ്. അത് തന്നെയാണ്, അതല്ലാതെ വേറെ ഒരു കാരണവുമില്ല. അതിനാക്കം കൂട്ടുന്നതാണ് ട്രിവാൻഡ്രം പോർട്ട്. കയറ്റുമതിയായാലും ഇറക്കുമതിയായാലും വളരെ വേഗത്തിൽ ലോക സപ്ലൈ ചെയിനിലോട്ട് കടക്കാൻ പറ്റുന്ന ഒരു ഗേറ്റ് വേ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടതും കൂട്ടി വായിച്ചുകൊണ്ടാണ് ചൈന ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഈ സമരം നയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പാട്രിക് ബെറ്റ് ഡേവിഡ്, അമേരിക്കയിലെ പണ്ഡിതനെന്ന് വേണമെങ്കിൽ ശ്രീ പ്രദീപ് പറയുമായിരിക്കും. പാട്രിക് ബെറ്റ് ഡേവിഡ് പറയുന്ന ഒരു കാര്യം, താരിഫ്സ് ആർ ഡിസ്ട്രോയിങ് ചൈന. ഈ കസ്റ്റംസ് നികുതികൾ ചൈനയെ തകർക്കുകയാണ്. ദിസ് ഇസ് ദെയർ വേ ഓഫ് കോസിംഗ് കവോസ്. അതിനുള്ള പ്രതികരണം, തിരിച്ചടിയാണ് അവർ ഇന്ന് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലഹം, കൂട്ടക്കലാപം. ഫോർ ദ വൺ കൺട്രി ദാറ്റ് ക്യാൻ ടേക്ക് ബിസിനസ് എവേ ഫ്രം ദം. ലോകത്തിൽ ചൈനയിൽ നിന്ന് ബിസിനസ് മാറ്റിക്കൊണ്ടുപോകാൻ കഴിവുള്ള
ഏക രാജ്യം ഇന്ത്യ മാത്രമായതുകൊണ്ട് ആക്രമണം ഇന്ത്യക്ക് നേരെ തൊടുത്തുവിടണം എന്നുള്ളത് ചൈനയുടെ മാത്രം അജണ്ടയാണ്. അതിന് ചില ശിഖണ്ഡികൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ള കാര്യം ഇവിടെയും കൂട്ടുനിൽക്കുന്ന ശിഖണ്ഡികൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.